ബാബു സാർ ചേട്ടാ ഫോണ് കുറച്ച് ഇതെല്ലാവർക്കുമുള്ള സംരംഭമാണ്. ഈ ഇതിവിടെ തുടങ്ങിയാൽ ഈ ടൗണിൽ മുഴുവൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പം എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടട്ടെ, എല്ലാവരും അതുകൊണ്ട് ബെനിഫിഷ്യറി ആവട്ടെ എന്നാണ്. സാർ സാർ എൻ്റെ പേര് രാഘവ് രാധാകൃഷ്ണൻ. സാർ കേൾക്കുന്നോ? എൻ്റെ പേര് രാഘവ് രാധാകൃഷ്ണൻ എന്നാണ്. കൊല്ലത്തിന് ഈ വ്യാപാര ശൃംഖലയിൽ കൊല്ലത്തിനോട് കമ്മിറ്റ്മെൻറ്റ് സാറിന് എന്താണ് ഒരു സന്ദേശം നൽകാനുള്ളത്? അതുപോലെ തന്നെ ഇപ്പോൾ വ്യാപാര രംഗത്ത് മൊത്തം ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ്. കേൾക്കുന്നില്ല. ഓൺലൈൻ വ്യാപാര രംഗത്താണ് ഇപ്പോൾ കൂടുതൽ പേരും ആശ്രയിച്ചിരിക്കുന്നത്. ലുലു കണക്ട് ഓൺലൈനിലൂടെ എന്ത് സംവിധാനം നമ്മൾ കൊല്ലത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു? എന്ത് ഓഫറൊക്കെയാണ് നമ്മൾ കൊല്ലത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? കേൾക്കാണ്ട് മനസ്സിലാവാനുള്ളത് ഞാൻ പറയട്ടെ. ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 5 ട്രില്യൺ എക്കണമിയിലേക്ക് ഇന്ത്യ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗങ്ങളാണ് ഓൺലൈൻ, ഓഫ്ലൈൻ. പലരും ഒരു ഔട്ടിങ്ങിന് വേണ്ടി ഷോപ്പുകൾ ഒന്ന് മേടിക്കുന്നു, പുറത്തു പോയി മേടിക്കുന്നു. ഓൺലൈൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കാലത്തിനനുസരിച്ച് ഉള്ള ഒരു മാറ്റം ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്നു, ഇന്ത്യയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓൺലൈനിലും ബിസിനസ് ഉണ്ടാവും, ഇവിടെ ഷോപ്പിലും ആൾക്കാർ വന്ന് മേടിക്കും. അതുകൂടാതെ വിൻഡോ ഷോപ്പിംഗ് ഉണ്ടാവും. അതിങ്ങനെ നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഷോപ്പുകൾ വർദ്ധിക്കണം, ഓൺലൈൻ വർദ്ധിക്കണം. നമ്മൾക്കും ഓൺലൈനുണ്ട്. ഈ ലുലു ഡെയിലി കേരളത്തിൽ 3 സ്ഥലങ്ങളിലാണുള്ളത്. അപ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക് ലുലു ഡെയിലി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 3 സ്ഥലത്തേക്കാണ് ലുലു ഗ്രൂപ്പ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ലുലു ഡെയിലി വരാൻ സാധ്യതയുണ്ട്. അതിവിടുത്തെ ഞങ്ങളൊരു റിസർച്ച് ടീമുണ്ട്. ഡെമോഗ്രാഫിക് ബാലൻസ് അനുസരിച്ച് അവർ പോയി നോക്കി. ഒരു ടീമുണ്ട്, ഞങ്ങളുടെ റിസർച്ച് ടീം. സുധീഷ് നായർ പുള്ളിയാണ് ഒരാൾ. സുധീഷ് പുള്ളിയുടെ അണ്ടറിലൊരു ടീമുണ്ട്. ആ ടീം പോയി നോക്കിയിട്ട് അവിടെയൊക്കെ പറ്റാതെങ്കിൽ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ചെയ്യുള്ളൂ. ഏത് കാര്യത്തിലും പ്ലാനിങ് വേണം, ഒരു ഫിസിബിലിറ്റി സ്റ്റഡി വേണം, ഒരു വിയബിലിറ്റി സ്റ്റഡി വേണം. ലാഭം ഇല്ലെങ്കിലും നഷ്ടം ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സാർ. സാർ പ്ലീസ്. രാജ്കുമാർ കൈരളി ടിവിയുടെ റിപ്പോർട്ടർ.
സാറിപ്പോൾ ഈ ഒരു കൺസ്യൂമർ ഇതുപോലുള്ളൊരു ഐറ്റം ഇതിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊക്കെ വ്യാപകമായി സാറിൻ്റെ ഒരു ബ്രാൻഡ് ലുലു എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പുതിയ ഇൻഡസ്ട്രിയിലേക്ക് എന്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതുപോലുള്ള ഒരു വലിയ ഒരു മേഖലയിലേക്ക് എന്തുകൊണ്ടങ്ങ് ഒരു ചുവടുവെപ്പ് നടത്തുന്നില്ല? എനിക്കറിയുന്ന കച്ചവടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരു സിവിൽ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്നോട് തുടങ്ങണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും ഇല്ല. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് എന്തറിയുന്നു അത് ചെയ്യുന്നു. ഞങ്ങൾ ഇതിൻ്റെ ഈ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, ഡെയിലി അങ്ങനെയുള്ള എന്താ റീറ്റെയിൽ ശൃംഖലയെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഫുഡ് പ്രോസസ്സിംഗ് ഉണ്ട്. ആ ഫുഡ് പ്രോസസ്സിങ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുണ്ട്. ഫുഡ് പ്രോസസ്സിങ് തുടങ്ങണമെങ്കിൽ അതിന് റോ മെറ്റീരിയൽസ് ഈസിലി അവൈലബിൾ ആവണം. അപ്പോൾ ആ റോ മെറ്റീരിയൽസ് അവൈലബിൾ ഉള്ള സ്ഥലങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ഫുഡ് പ്രോസസ്സിംഗ് ഉണ്ട്. ഇന്ത്യയിൽ 18 സ്ഥലത്ത് ഞങ്ങളുടെ ഫുഡ് പ്രോസസ്സിംഗ് ഉണ്ട്. യു പിയിലുണ്ട്, അതുപോലെ ഹരിയാനയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഫാക്ടറികളുണ്ട് ഫുഡ് പ്രോസസ്സിംഗ്. സാറിൻ്റെ ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ ഞാനിപ്പോൾ കേരളത്തിൽ കളമശ്ശേരിയിൽ വലിയൊരു ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റ് പരിപാടിയുണ്ട്. 3 മാസത്തിനുള്ളിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുന്നു. ഇൻവെസ്റ്റർ സാർ ഒരു വലിയ ഞാൻ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇമ്പോർട്ട് ചെയ്യുന്ന ആളാണ്, എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കേരളത്തിലെ പ്രൊഡക്റ്റ് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നു. താങ്ക് യു. നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞ ഉത്തരം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു. സാർ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഇപ്പോൾ ഈ കേരളം നമ്മൾക്ക് അറിയാത്തൊരു ഇൻഡസ്ട്രിക്ക് പോയിട്ട് അത് നഷ്ടപ്പെട്ടിട്ട് ഇത് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ സുഹൃത്തെ. സാർ ഇപ്പോൾ കേരളം സാർ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഒരു ഇൻവെസ്റ്റർക്കുള്ള ഒരു റിട്ടേൺ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനം പൊതുജനങ്ങളിൽ നിന്ന് സാറിന് കിട്ടുന്നുണ്ടോ? ഈ ഒരു കേരളം ഒരു ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? എല്ലാം ഇപ്പം ഞാൻ പറയട്ടെ, എല്ലാം നമ്മളിതൊക്കെ ഒരു ഫിസിബിലിറ്റി സ്റ്റഡി, ഒരു വേബിലിറ്റി സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ്. അത് 100% ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ ശരിയായി സംഭവിക്കണമെന്നില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് റിസ്ക് എടുക്കാൻ പറ്റും. ഞാൻ ലോകത്തിലെ എല്ലാ സ്ഥലത്തും പോയി റിസ്ക് എടുക്കുന്നവർ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒന്ന് നോക്കുകയാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ കോട്ടയത്ത് തുടങ്ങി. ഞങ്ങൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ ആൾക്കാരവിടെ വരുന്നുണ്ട്. അപ്പോൾ ദർ ഈസ് എ മാർക്കറ്റ് ബിക്കോസ് ദ യങ് ജനറേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കിയില്ല, ഞാനൊരു 9:30-10 മണിക്ക് ശേഷം നമ്മൾ തിരുവനന്തപുരത്തെ ലുലു മാളിലായാലും ശരി, കൊച്ചിയിലായാലും ശരി പോയിട്ടുണ്ടെങ്കിൽ റിട്ടയേർഡ് ആൾക്കാരിങ്ങനെ കിടന്ന് നടക്കുകയാണ്, പല കാഴ്ചകളും കണ്ടു. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. അറ്റ്ലീസ്റ്റ് അവർ വന്ന് ഇതൊക്കെ കണ്ട്. കാരണം 56 വയസ്സിലിവിടെ റിട്ടയർ ചെയ്യും. 56 വയസ്സിൽ ആരോഗ്യം ആരംഭിക്കുള്ളൂ, ശരിയല്ലേ? അപ്പോൾ അവർക്ക് വീട്ടിലിരുന്ന് എന്തോരം നേരം TV കാണും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെങ്കിലൊക്കെ അവർ പോയി നടന്ന് കണ്ട്. അത് ഏതാൾക്കാർക്കും, ചെറിയ ഇൻകമുള്ള ആൾക്കാരും വലിയ ഇൻകമുള്ള ആൾക്കാരും അതൊക്കെ വന്ന് നടന്ന് കണ്ട്. ഒരു മക്കളൊക്കെ പുറത്തായിരിക്കും, യൂറോപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഗൾഫിലായിരിക്കും. അപ്പോൾ അവർക്ക് കാശ് സുഖമായിട്ട് അയച്ചു കൊടുക്കും. അതൊക്കെ കൊണ്ടുവന്ന് സുഖമായിട്ട് സാധനമൊക്കെ മേടിച്ച്, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കോഫി, ടീ, ചായ, കാപ്പിയൊക്കെ കുടിച്ച്, പരിപ്പുവട, പഴംപൊരി അങ്ങനത്തെ ഒക്കെ തിന്ന് പിടിച്ച്. ഷുഗർ ഉള്ളവരാണെങ്കിൽ പഴംപൊരി തിന്നില്ല, പരിപ്പുവട മാത്രമേ തിന്നുള്ളൂ. ഒരു സമാധാനമായിട്ട് മടങ്ങിക്കും. അത് കാണുന്നില്ല, നിങ്ങൾ പോയിട്ടില്ല. അതിൻ്റെ ഷോപ്പിംഗ് മോളിൽ പോയാൽ മനസ്സിലാവും. ഇവിടെ അതന്നെയായിരിക്കും സ്ഥിതി. ഞാൻ ഇവിടെ നമ്മുടെ പ്രസിഡൻറ്റിനോട് പറഞ്ഞത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 9:30-10 മണിക്ക് ശേഷം നിങ്ങൾ വന്ന് നോക്കണം. അവരൊക്കെ വന്നിങ്ങനെ കണ്ട് സന്തോഷിച്ച് പോകുന്നു. താങ്ക് യു.